വയനാട് ദുരന്തബാധിതരെ അപമാനിച്ച് BJP നേതാവ് വി മുരളീധരൻ 3 വാർഡുകൾ മാത്രമാണ് തകർന്നതെന്നും വൈകാരികമായി സംസാരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ മനസ മനോജ് ചേരുകയാണ്. മനസ, വയനാട് ദുരന്തബാധിതർക്ക് സഹായം നൽകാത്തതിൻ്റെ പേരിൽ വയനാട്ടിൽ ഹർത്താൽ നടക്കുകയാണ്. കേന്ദ്ര സർക്കാർ 1 രൂപ പോലും നൽകാത്തൊരു സാഹചര്യത്തിലാണിപ്പോൾ വി മുരളീധരൻ കേന്ദ്രമന്ത്രി മലയാളിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. എന്താണ് BJPയുടെ ഈ വിഷയത്തിലുള്ള നിലപാടെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. വളരെ നിസ്സാരവൽക്കരിക്കുകയാണ്. ഒലിച്ചുപോയത് 3 വാർഡുകൾ മാത്രമല്ലേ ഉള്ളൂ, അതൊരു കാര്യമല്ല, 500 പേർ മരിച്ചത് കാര്യമല്ലെന്നാണോ വി മുരളീധരൻ പറഞ്ഞത്? തീർച്ചയായും സിജു, മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരന്റെ ഭാഗത്ത് നിന്ന് ബാലിശമായ ഒരു പ്രതികരണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ വയനാട് ദുരന്തവും അതോടൊപ്പം തന്നെ നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞു പോയ ഒരു സംഭവം തന്നെയാണ്. 2 പ്രദേശങ്ങൾ ഉൾപ്പെടെ ഇല്ലാതായ ഒരു സംഭവമാണ്. ഇതിനെയൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ വി മുരളീധരന്റെ ഭാഗത്ത് നിന്ന് അല്പസമയം മുൻപുണ്ടായ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്തരം ഒരു ദുരന്തത്തെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന വി മുരളീധരൻ വാദിക്കുന്ന നിലപാടെന്ന് പറയുന്നത് ഒരു നാട് ഒഴിച്ചുപോയി എന്ന് പറയുന്നതിൽ തെറ്റാണ്. അതോടൊപ്പം തന്നെ 2 പഞ്ചായത്തുകളിലെ 3 വാർഡുകൾ മാത്രമാണ് തകർന്നത്. വൈകാരികമായി സംസാരിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന വി മുരളീധരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്ന പ്രതികരണം. ഏതായാലും 400 പേരിലധികം പേർ മരണപ്പെട്ട ഒരു സാഹചര്യമാണ്. പലരുടെയും മൃതദേഹങ്ങൾ കിട്ടാനുള്ള ഒരു സാഹചര്യവും കൂടി ഉണ്ടായ ഒരു വലിയ ദുരന്തം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വയനാട് 2 പ്രദേശങ്ങളിലായി നടന്നത്. ഇതിൽ കേന്ദ്രത്തിൽ നിന്ന് യാതൊരുവിധ സഹായം ലഭിക്കുന്നില്ല എന്നത് മാത്രമല്ല, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ ഒരു ദുരന്തം ഉണ്ടായതിന് പിന്നാലെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയ ഒരു കാര്യം കൂടിയാണ്. എന്നിട്ടാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഈ ഒരു കേന്ദ്ര സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു നിലപാട് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഖേദകരമായ ഒരു കാര്യം. ഏതായാലും ഈ നിസ്സാരവൽക്കരണത്തിലൂടെ മലയാളികളെ ഒന്നടങ്കം തന്നെ നാണം കെടുത്തുന്ന ഒരു നില തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മലയാളി കൂടിയാണ്, കേരളീയൻ കൂടിയാണ് വി മുരളീധരൻ. എന്നിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, വയനാട് ദുരന്തത്തെ വലിയൊരു മഹാദുരന്തം എന്ന് തന്നെ വേണം പറയാൻ. അത്രമേൽ ആളുകളുടെ ജീവൻ പൊലിഞ്ഞുപോയ ഒരു സംഭവം. അതിനെയാണ് 2 പഞ്ചായത്തുകളിലെ 3 വാർഡുകൾ മാത്രമാണ് തകർന്നത്. ഇതിനെ ഒരു നാട് ഒലിച്ചുപോയി എന്ന രീതിയിൽ വിലയിരുത്തേണ്ട സാഹചര്യം അല്ല ഉള്ളത് എന്ന കാര്യത്തിൽ വി മുരളീധരൻ ഉറച്ചു നിൽക്കുന്നത്. സിജു, മനസ്സാ, ഈ മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ഒലിച്ചു പോകേണ്ടിയിരുന്നത് വയനാട് മാത്രമല്ല, കേരളം മുഴുവനാകെ ഒലിച്ചു പോകുമ്പോഴാണ് മുരളീധരനെ സംബന്ധിച്ച് അതൊരു വലിയ അപകടമായി ദുരന്തമായി മാറുന്നത്. വയനാട് ദുരന്തത്തിൽ 500 പേരാണ് മരിച്ചത്, 400 പേരുടെ മൃതദേഹം കിട്ടി, 100 പേരോളം ആളുകളുടെ മൃതദേഹങ്ങൾ ഇനി കിട്ടാനുണ്ട്. അവിടെ വയനാട്ടുകാർക്ക് വൈകാരികമാണ് പ്രശ്നം, അവരുടെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. 400 പേർ മരിച്ചു പോയതിൽ 500 പേർ ഉറ്റവരാണ്, ഉടയവരാണ്, അച്ഛനാണ്, അമ്മയാണ്, മക്കളാണ്. അവരെ എങ്ങനെയാണ് അപമാനിച്ചുകൊണ്ട് ഒരു മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ഒരു കേരളീയന് BJP നേതാവിന് എങ്ങനെ പറയാൻ കഴിയുക? എപ്പോഴായിരുന്നു ഈ മുരളീധരൻ്റെ ഈ ആഭാസത്തരം? തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുൻപ് വി മുരളീധരന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടായത്. വയനാട് ദുരന്തത്തെ കുറിച്ചുള്ള വാർത്താ സമ്മേളനമായിരുന്നു വി മുരളീധരൻ വിളിച്ചു ചേർത്തത്. അതിലാണ് ഇത്തരത്തിൽ ഒരു നിസ്സാരവൽക്കരിക്കുന്ന പരാമർശം ഉണ്ടായിരിക്കുന്നത്. മലയാളികളെ ഒന്നടങ്കം നാണം കെടുത്തുന്ന സംഭവം മാത്രമല്ല, വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞുപോയവരുടെ ഉറ്റവർക്ക് ഏൽക്കുന്ന ഒരു സങ്കടകരമായ ഒരു കാര്യം കൂടിയാണ്. മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു മലയാളി കൂടിയായിരുന്ന അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ഈ ഒരു പ്രതികരണം. മാത്രമല്ല, കേന്ദ്ര സംഘത്തിൽപ്പെട്ട ആളാണ്. എന്നിട്ട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു മനോഭാവം സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഈ പുനരധിവാസമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ അതിന് വേണ്ട യാതൊരുവിധ സഹായവും നൽകുന്നില്ല എന്നത് മാത്രമല്ല, ഇത്തരത്തിൽ ചില നിസ്സാരവൽക്കരിക്കുന്ന പ്രതികരണങ്ങൾ കൂടി നടത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ മലയാളികളെ ഒന്നടങ്കം വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, 2 പ്രദേശങ്ങളിൽ ഇത്തരത്തിലൊരു വലിയ ദുരന്തം ഉണ്ടായിട്ടും ഇതൊന്നും ഒരു ദുരന്തമല്ല, അല്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിന്റെ ഭാഗമല്ല ഇത് എന്നാണ് കേന്ദ്രമന്ത്രി ആയിരുന്ന വി മുരളീധരൻ പ്രസ്താവനയിലൂടെ പറയുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഒരു ബാലിശമായ ഒരു നിലപാട് മലയാളികൾക്കും ഏൽക്കുന്ന ഒരു ദുഃഖകരമായ കാര്യമാണ്. ഏതായാലും കേന്ദ്ര സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ഇടപെടൽ വേണം, അല്ലെങ്കിൽ പുനരധിവസിപ്പിക്കേണ്ട. വയനാട് ദുരന്തബാധിതരെ അപമാനിച്ച് ദുരന്തത്തെ നിസ്സാരവൽക്കരിച്ച് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ കേരളത്തിൽ നിന്നുള്ള BJP നേതാവ് വി മുരളീധരൻ ഇതൊരു വലിയ കാര്യമല്ല, ഒലിച്ചുപോയത് 3 പഞ്ചായത്തുകളിലെ
പഞ്ചായത്തുകളിലെ 3 വാർഡുകൾ മാത്രമല്ലേ എന്നുള്ള ചോദ്യമാണ് മുരളീധരൻ ചോദിച്ച. മുരളീധരൻ്റെ വാക്കുകളിലേക്ക്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഈ എന്ത് കണക്കാ കൊടുത്തിരിക്കുന്നത് കേന്ദ്രത്തിന് ഒന്ന് പറയും. ചോദ്യം ഇതാണ്. വയനാട്ടിൽ സാധാരണ ദുരന്തങ്ങൾ കാണാൻ പറ്റുന്നതാണ് ചോദ്യം. അവിടെ കേരള താമസിക്കുന്ന ആളല്ലേ? സംസ്ഥാന സർക്കാർ ഒരു നാട് മൊത്തം ഒലിച്ചു പോയിട്ട് ഈ സാഹചര്യത്വം പറഞ്ഞ് ഒരു നാട് മൊത്തം ഒലിച്ചു പോയാണല്ലോ. അതെ, നമ്മൾ കാണുന്ന ഞാൻ ഇല്ല സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഇല്ല. ഒരു പഞ്ചായത്തിലെ 3 വാർഡ്. നിങ്ങൾ അങ്ങനെയാണ് ബി ജെ പി. അല്ല, അങ്ങനെയല്ല. ബി ജെ പി നാട് മുഴുവൻ ഒലിച്ചു പോയി എന്നൊന്നും പറയരുത്. നാട് മുഴുവൻ പഞ്ചായത്തിലെ ശരിയാണ്. നാട് മുഴുവൻ എന്നുള്ള വാക്കിനോട് തന്നെ എന്റെ ഒരു പഞ്ചായത്ത് ആയിക്കോട്ടെ, ആയിക്കോട്ടെ, അത് നിസ്സാര കാര്യമാണോ? സാങ്കേതികത്വം അല്ല എന്റെ സുഹൃത്തെ. നിയമം, നാട്ടിലെ നിയമം, അതായത് പണം ചെലവാക്കണമെങ്കിൽ ഞാൻ വായിച്ചേക്കാം. മുരളീധരൻ്റെ വാക്കുകളാണ് കേട്ടത്. വയനാട്ടിൽ നടന്നതൊരു നിസ്സാര സംഭവം, ദുരന്തം ഒരു കാര്യമേ അല്ലെന്നാണ് BJP നേതാവ് മുരളീധരൻ പറഞ്ഞത്.